ഫിസിയോതെറാപ്പി ചെയ്യണം. ഇത് യൂറിൻ ഇൻഫെക്ഷൻസ് ഉണ്ടോയെന്ന് സമയാസമയം ചെക്ക് ചെയ്യണം. ചുമയോ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതിൻ്റെ ചികിത്സ തരണം. സ്ട്രോക്ക് ചെറിയ കുട്ടികൾ തൊട്ട് യങ് ഏജിലും സ്ട്രോക്ക് വരാം. അത് ഓൾഡ് ഏജിൽ വരുന്നത് പോലെ തന്നെ ഇവർക്കും വരാം. അതിൽ ഓരോന്നിനും കാരണങ്ങൾ വ്യത്യസ്തമാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ അമിതമായ വണ്ണം, ഒബിസിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ എല്ലാ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരാനുമുള്ള ഒരു പ്രധാന കാരണം അമിതവണ്ണം തന്നെയാണ്. ഡോക്ടർ ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിംസ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പാർവതിയാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ന്യൂറോളജിസ്റ്റിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. October 29 സ്ട്രോക്ക് ഡേ ആണ്. അപ്പോൾ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് ഡോക്ടർ? ഈ വർഷം 2025 വേൾഡ് സ്ട്രോക്ക് ഡേയുടെ തീം എവറി മിനിറ്റ് കൗണ്ട്സ് എന്നാണ്. അതായത് നമ്മൾ സ്ട്രോക്കിന്റെ സിംറ്റംസ് എത്രയും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പബ്ലിക്കിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള അവയർനെസ് കൂട്ടുകയും എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഈ സ്ട്രോക്ക് വരുന്നത് സഡൻ ആയിട്ടായിരിക്കുമല്ലോ രോഗികളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത് വരാനുള്ള ചാൻസസ് എങ്ങനെയാണ് ഇങ്ങനെ കൂടുന്നത്? ഇപ്പോൾ ഒത്തിരി രോഗികളുണ്ട് സ്ട്രോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് എന്നാണ് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലുകളിലുണ്ടാകുന്ന ഒന്നുകിൽ ബ്ലോക്കോ രണ്ട് തരമുണ്ട്. ഒന്ന് ഇസ്കെമിക് സ്ട്രോക്ക് എന്ന് പറയും, അതായത് കട്ട പിടിച്ചു രക്തക്കുഴലുകളിൽ കട്ട വന്നിട്ട് രക്തോട്ടം നിലച്ചിട്ടുണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് ഇസ്കെമിക് സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമതായി ഹെമറാജിക് സ്ട്രോക്ക്, അതായത് തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നതാണ് ഹെമറാജിക് സ്ട്രോക്ക്. ഈ രണ്ട് രീതിയിലുള്ള സ്ട്രോക്കുകളാണ് കോമൺ ആയിട്ടുള്ളത്. ഇതല്ലാതെ മറ്റു കാരണങ്ങളുണ്ട്, എന്നാലും ഏറ്റവും കോമൺ ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ ഇസ്കെമിക് സ്ട്രോക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് ആ രക്തക്കുഴൽ എവിടെയാണോ ബ്ലോക്ക് ഉണ്ടായത് ആ ഭാഗത്തെ ബ്രെയിൻ എന്താണോ ഫങ്ഷൻ ചെയ്യുന്നത് ആ ഫങ്ഷനെല്ലാം നിലച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രോക്കിന്റെ സിംറ്റംസ് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി ഒരു ന്യൂമോണിക് ഉണ്ട്, ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ന്യൂമോണിക്, BEFAST. ബി എന്ന് പറഞ്ഞാൽ ബാലൻസ് നഷ്ടപ്പെടുക, പെട്ടെന്ന് ഒരാളുടെ ബാലൻസ് നഷ്ടപ്പെട്ട് സൈഡിലോട്ട് ചാഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ ആടി പോവുകയോ ചെയ്യും, വീഴാൻ പോവുകയോ ചെയ്യും. E for eye, അതായത് പെട്ടെന്നുണ്ടാകുന്ന കാഴ്ച മങ്ങൽ, ബ്ലറിങ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങിപ്പോവുകയോ രണ്ടായിട്ട് കാണുകയോ, ഇതെല്ലാം അതിൽപ്പെടും. അത് കഴിഞ്ഞ് എഫ് എന്ന് പറഞ്ഞാൽ ഫേസിന്റെ ഡീവിയേഷൻ, മുഖം ഒരു സൈഡിലോട്ട് കോണിപ്പോകും, മുഖത്തിന്റെ കോടൽ. A for ആം, കൈക്ക് അല്ലെങ്കിൽ കാലിന് സ്വാധീനമില്ലാതാവുക. S for സ്ലറിങ് ഓഫ് സ്പീച്ച്, അതായത് സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക, അതാണ് S. അടുത്തതായി T. ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള സ്ട്രോക്ക് സെന്ററിൽ കൊണ്ടുപോകണം. എന്തെന്ന് വെച്ചാൽ ഓരോ മിനിറ്റിലും 1.9 മില്യൺ ന്യൂറോൺസ് ആണ് ഈ രക്തോട്ടം നിലച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്ര വേഗം നമ്മൾ ആ നഷ്ടപ്പെട്ടു പോയ ആ രക്തോട്ടം തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നോ അത്രയും പെട്ടെന്ന് പേഷ്യന് റിക്കവറി ഉണ്ടാകും. അതിന് ഇപ്പോൾ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ രക്തോട്ടം നിലച്ച ഭാഗത്തെ ആ ക്ലോട്ട് അലിയിച്ചു കളയാൻ പറ്റുന്ന ത്രോംബോലൈറ്റിക് തെറാപ്പി, അതായത് ചില മരുന്നുകളും ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന ചില മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലോട്ട് അലിഞ്ഞു പോവുകയും തുടർന്ന് രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യും. നേരത്തേക്ക് ആയിരുന്നപ്പം ഈ രക്തോട്ടം നിൽക്കാതെ തന്നെ രോഗി കിടപ്പിലായി പോകും. ആ ബ്രെയിൻ ടിഷ്യൂ, നഷ്ടപ്പെട്ട ടിഷ്യൂ റിക്കവർ ചെയ്യാൻ പറ്റാതാവുകയും ചെയ്തിട്ട് പിന്നെ പക്ഷാഘാതം പൂർണ്ണമായിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ചികിത്സകളെല്ലാം വന്നതിന് ശേഷം ചെറിയ രീതിയിലുള്ള വീക്ക്നെസ്സും എല്ലാം തുടങ്ങിയെങ്കിലും ഇത് രക്തോട്ടം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇത് റിക്കവർ ആകുന്നത് സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ റിക്കവർ ആയ പേഷ്യന്റിന് പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്? ഒരാൾക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവർക്ക് ആ സ്വാധീനക്കുറവ് ശരിയാക്കി എടുക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പി നന്നായി
ചെയ്ത് ആ ബലക്കുറവ് ഒരു പരിധിവരെ നമുക്ക് ബലം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൂടാതെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ്, അതായത് ഇൻഫെക്ഷൻസ്, യൂറിൻ ഇൻഫെക്ഷൻസ്, യൂറിൻ ട്യൂബ് ഉണ്ടെങ്കിൽ അതിൽ ഇൻഫെക്ഷൻസ് വരാം. നേരെ ഇരുത്തി ആഹാരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിലോട്ട് കയറിയിട്ട് ന്യൂമോണിയ വരാം. പിന്നെ ഒരേ കിടപ്പ് കിടന്ന് തൊലി പൊട്ടി ബെഡ് സോറുകൾ വരാം. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. സാധാരണ സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്ന രോഗികൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വന്നിട്ടാണ് മരണപ്പെടുന്നതായി കാണുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ കെയർ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനാണ് ഈ ഫിസിയോതെറാപ്പി ചെയ്യണം. ഇത് യൂറിൻ ഇൻഫെക്ഷൻസ് ഉണ്ടോയെന്ന് സമയാസമയം ചെക്ക് ചെയ്യണം. ചുമയോ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതിൻ്റെ ചികിത്സ തരണം. അതുപോലെ കിടപ്പ് രോഗികളാണെങ്കിൽ സമയാസമയം ചരിച്ച് കിടത്തി കാറ്റ് കൊള്ളാനുള്ള അവസരം ഉണ്ടാക്കണം. ഇങ്ങനെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഒന്നും ബുദ്ധിമുട്ടാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് തന്നെ പോകണം അല്ലേ? വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണോ ഡോക്ടർ പറയുന്നത്? ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്നുകൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ രക്തം മലിഞ്ഞിരിക്കാൻ, വീണ്ടും ഒരു കട്ട വരാതിരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ആന്റി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, പിന്നെ കൊളസ്ട്രോളിനുള്ള മരുന്നുകൾ, ഇതെല്ലാം സാധാരണ കൊടുക്കുന്നത്. ആ മരുന്നുകൾ നമ്മൾ മുടക്കാതെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് മരുന്നുകൾ മുടങ്ങിയാൽ വീണ്ടും രക്തക്കട്ട പിടിക്കാനും സ്ട്രോക്ക് വരാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള കൃത്യമായ ഫോളോ അപ്പ് വളരെ അത്യാവശ്യമാണ്. ഡോക്ടറെ കാണുകയും മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് നിയന്ത്രണത്തിൽ വെച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. സർജറിയിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോ മെഡിസിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലാതെ സർജറിയിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? സ്ട്രോക്ക് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രധാന രക്തക്കുഴലുകളിലാണ് ക്ലോട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഇഞ്ചക്ഷൻ കൂടാതെ മറ്റൊരു ചികിത്സയായി എൻഡോവാസ്കുലർ ത്രോംബെക്ടമി എന്ന് പറയുന്ന ഒരു ചികിത്സ ഇപ്പോൾ നിലവിലുണ്ട്. അത് പറഞ്ഞാൽ നമ്മുടെ തുടയിടുക്കിലുള്ള ഒരു രക്തക്കുഴലിലൂടെ ഒരു കത്തീറ്റർ കടത്തിവിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രോക്കിലും അതുപോലെ ഈ കത്തീറ്റർ കടത്തിവിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ക്ലോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഒരു കത്തീറ്റർ വെച്ച് അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ആ ക്ലോട്ട് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ അത് പിന്നെ രക്തം അതുവഴി പോയിക്കോളും. അതാണ് എൻഡോവാസ്കുലർ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയും. അത് പക്ഷേ ഏറ്റവും നല്ലത് 6 മണിക്കൂറിനുള്ളിൽ, മാക്സിമം 24 മണിക്കൂർ വരയ്ക്കും അത് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രധാന രക്തക്കുഴലുകളിലാണ് ബ്ലോക്കെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ലാർജ് വെസൽ ഒക്ലൂഷൻ. എല്ലാ ഏജിലും വരാനുള്ള ചാൻസസ് ഉണ്ടോ? ആർക്കൊക്കെയാണ് കൂടുതലും സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ? ഞാനിപ്പോൾ പറഞ്ഞ ത്രോംബോട്ടിക് സ്ട്രോക്ക്, അതെറോസ്ക്ലിറോസ്, അതായത് രക്തക്കുഴലുകളിൽ ഈ കൊളസ്ട്രോൾ അടിഞ്ഞ് കാൽസിഫിക്കേഷൻ ഉണ്ടായി ഒരു കൊളസ്ട്രോൾ പ്ലാക്ക് ഉണ്ടാകുന്ന ഈ അടവുകൾ, അങ്ങനത്തെ സ്ട്രോക്കുകൾ കൂടുതലും പ്രായം ചെന്നവരിലാണ് കാണുന്നത്. എന്നാൽ സ്ട്രോക്ക് ചെറിയ കുട്ടികൾ തൊട്ട് യങ് ഏജിലും സ്ട്രോക്ക് വരാം. അത് ഓൾഡ് ഏജിൽ വരുന്നത് പോലെ തന്നെ ഇവർക്കും വരാം. അതിൽ ഓരോന്നിനും കാരണങ്ങൾ വ്യത്യസ്തമാണ്. യങ് ഏജിലായിട്ടുള്ള സ്ട്രോക്കുകളിൽ മറ്റുള്ള കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ഹാർട്ടിന് വാൽവിൻ്റെ അസുഖങ്ങൾ ഉള്ളവർക്ക് അവിടെ നിന്ന് ക്ലോട്ടുകൾ ഉണ്ടായി അങ്ങനെ ഉണ്ടാകുന്ന എംബോളിക് സ്ട്രോക്കുകൾ ഉണ്ടാകും. കുഞ്ഞുങ്ങളിൽ ചില രക്തക്കുഴലുകളുടെ ജന്മനാ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ള സ്ട്രോക്കുകളുണ്ട്. പിന്നെ സ്ട്രോക്കിന് നിരവധി കാരണങ്ങളുണ്ട്. ചെറിയ പ്രായത്തിലുള്ള സ്ട്രോക്ക് ആകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്താണ് മറ്റുള്ള കാരണങ്ങൾ പലതായിരിക്കും അതിന് കൂടുതൽ ചാൻസ്. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടി മുതിർന്ന ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? മുതിർന്ന ആൾക്കാരിൽ കൂടുതലും കാണുന്നത് ഈ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞ് രക്തക്കുഴൽ ബ്ലോക്ക് ആയി ഉണ്ടാകുന്ന തരം സ്ട്രോക്കാണ്. അതിന്റെ ചികിത്സയാണ് ഇപ്പൊ. അതൊരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതലും വരുന്നത് അല്ലേ? ഓക്കെ. ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ പിന്നെ നമ്മൾ വരുത്തണം? അതെ, സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇപ്പൊ പ്രായമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചില റേസുകളിലാണ് കൂടുതലായിട്ടും സ്ട്രോക്ക് വരുന്നത്. അതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശീലങ്ങൾ, ഇപ്പം സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ അമിതമായ വണ്ണം, ഒബിസിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ എല്ലാ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരാനുമുള്ള ഒരു പ്രധാന കാരണം അമിതവണ്ണം തന്നെയാണ്.
അപ്പോൾ ഇതെല്ലാം സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതെല്ലാം ഒഴിവാക്കുക, അമിതവണ്ണം നിയന്ത്രിക്കുക, എക്സസൈസ് റെഗുലറായി ചെയ്യുക, മിനിമം അരമണിക്കൂറെങ്കിലും ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എക്സസൈസ് ചെയ്യുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക. പിന്നെ നമുക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഇത് 3 തന്നെയാണ് ഏറ്റവും പ്രധാനം, സ്ട്രോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ്. അത് 3 ഷുഗർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഷുഗറിൻ്റെ മരുന്നുകൾ എടുക്കുക, അത് നിയന്ത്രണത്തിലാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് നിയന്ത്രണത്തിൽ കൊണ്ടുപോകുക. അതുപോലെ തന്നെ BP, ബ്ലഡ് പ്രഷർ കൂടുമ്പോഴാണ് കൂടുതലും 2 സ്ട്രോക്കും വരാം. ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ടെൻഷൻ, BP അമിതമായിട്ട് കൂടിയിട്ട് രക്തക്കുഴൽ പൊട്ടുന്നതാണ്. രക്തസ്രാവം ഉണ്ടാകുന്നതാണ് ഈ ഹെമറാജിക് മരണത്തിലേക്ക്. എല്ലാ സ്ട്രോക്കിനും ബ്ലഡ് പ്രഷർ ഒരു പ്രധാന റിസ്ക് ഫാക്ടർ. ബ്ലഡ് പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രണത്തിൽ തന്നെ വയ്ക്കുക. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ നോക്കുക. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകുന്നവർക്ക് ഒരു പരിധി വരെ സ്ട്രോക്ക് നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റും അല്ലെ? സ്ട്രോക്ക് വരാനുള്ള ഒരു ചാൻസ് കുറയ്ക്കാൻ പറ്റും. എപ്പോഴും പ്രിവെൻഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വരുന്നതിനെക്കാട്ടിലും നമ്മൾ ഇതെല്ലാം നിയന്ത്രിച്ച് നിർത്തിയാൽ വരാതിരിക്കാൻ ഒരു പരിധി വരെ ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതൊരു മരണം വരെ കൊണ്ടെത്തിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. പെട്ടെന്നുള്ള ഒരു സഡൻ ഡെത്ത് ആണ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് പരമാവധി എല്ലാവരും ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണോ ഡോക്ടറിന്? അതെ, തീർച്ചയായും ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഈ സ്ട്രോക്കിന്റെ സിംറ്റംസ് എല്ലാവർക്കും അറിയാമെങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനും, ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വൈകി ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നതിൽ കോംപ്ലിക്കേഷൻസിന്റെ ചാൻസ് കൂടുകയും ബെനിഫിറ്റിന്റെ ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സമയം 4.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, ഈ മരുന്നുകളൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എല്ലാവരിലും ഈ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വർഷത്തെ തീമിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് എല്ലാവരിലും എത്തിക്കുക, എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങാനുള്ള അവസരം ഉണ്ടാക്കുക. താങ്ക് യു ഡോക്ടർ. അപ്പോൾ സ്ട്രോക്കിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആയിരുന്നു ഡോക്ടർ നമുക്ക് തന്നത്. വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഡോക്ടർ.